വിവാഹിതനായ യുവാവും വീട്ടമ്മമാരായ 2 യുവതികളും തമ്മിലുള്ള വഴിവിട്ട ജീവിതം. ഇരുവരുമായി ഒരേ സമയം ലൈംഗിക ബന്ധം. അതിലൊരാൾ ഗർഭിണിയായതോടെ ഒഴിവാക്കാൻ നടത്തിയ കൊലപാതകം. നമ്മുടെ ചിന്തകളെ, സദാചാര ബോധത്തെ, മാനുഷിക മൂല്യങ്ങളെ എല്ലാം ചോദ്യം ചെയ്യുന്നതായിരുന്നു പുന്നപ്ര സ്വദേശിനി അനിതയെ കൊലപ്പെടുത്തിയ കേസ്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കായലിൽ തള്ളി കൊലപ്പെടുത്തിയ കേസിൽ 4 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. അനിത കൊലക്കേസിൽ കാമുകൻ മലപ്പുറം മുതുകോട് സ്വദേശി പ്രബീഷിന് തൂക്കുകയറാണ് ശിക്ഷ. പെൺസുഹൃത്ത് രജനിയുടെ സഹായത്തോടെയാണ് പ്രബീഷ് അനിതയെ കൊലപ്പെടുത്തിയത്. കേസിലെ 2ാം പ്രതി രജനിയും കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. ജൂലൈ 10 ആലപ്പുഴ പുന്നപ്ര സ്വദേശി അനിതയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. പാലക്കാട് ജോലി ചെയ്യവേ സൗഹൃദത്തിലായ പ്രബീഷുമായുള്ള ബന്ധത്തിൽ അനിത ഗർഭിണിയായിരുന്നു. ഗർഭമലസിപ്പിക്കാൻ അനിതയെ പ്രബീഷ് നിർബന്ധിച്ചെങ്കിലും വഴങ്ങിയില്ല. ഇതോടെ പ്രബീഷ് പെൺസുഹൃത്തായ രജനിയുടെ സഹായത്തോടെ അനിതയെ ആലപ്പുഴ കൈനഗിരിയിലെ രജനിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഴുത്തിൽ കത്തിവെച്ച ശേഷം അനിതയെ ഇരുവരും ചേർന്ന് ഭീഷണിപ്പെടുത്തി. കരഞ്ഞപ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മൂക്കും വായയും ചേർത്ത് രജനി അമർത്തിപ്പിടിച്ചു. ബോധരഹിതയായി വീണപ്പോൾ മരിച്ചെന്ന് കരുതി ഇരുവരും ചേർന്ന് കായലിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ രജനിയുടെ മാതാവടക്കം 84 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. പ്രബീഷും രജനിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രബീഷിനെ വധശിക്ഷ വിധിച്ച കോടതി 2ാം പ്രതി രജനിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശിക്ഷ വിധിക്കുമെന്ന് അറിയിച്ചു. ഒഡീഷയിലെ ലഹരി കേസിൽ ജയിലിൽ കഴിയുകയാണ് ഇവർ ഇപ്പോൾ. അനിതയുടെ ബന്ധുക്കൾ കോടതി വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ന്യൂസ് 18 ആലപ്പുഴ.